ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൊമാറ്റോ പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു അച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക, എന്നാൽ നന്നായി വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. പക്ഷെ നല്ലെണ്ണ ചേർക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. പിന്നെ കൂടുതൽ ടേസ്റ്റും നല്ലെണ്ണക്കാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കടുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 പീസായി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വെളുത്തുള്ളിയാണ് വേണ്ടത്. ഞാനിവിടെ 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ചെറിയ പീസായി കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയൊക്കെ ഒരു ഇളം ബ്രൗൺ നിറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണിത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചൊവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായി വെന്തുടയണം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായി വെന്തുടയണമെന്നുണ്ടെങ്കിൽ ഈ തവി വെച്ചൊന്ന് ഉടച്ചെടുത്താലും മതി. ഇതിപ്പോൾ അത്യാവശ്യം പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വാളൻപുളി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളൻപുളി ആണെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുത്തതിന് ശേഷം നമുക്കത് ചില്ല് ഭരണികളിലൊക്കെ ആക്കി സൂക്ഷിക്കാം കേട്ടോ. ഒരുപാട് നാളെ ചീത്തയാവാതിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്